ഹായ് എവ്രി വൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഇന്ന് ടെക്നിക്കൽ ഫീൽഡിലുള്ള പല ഉദ്യോഗാർത്ഥികളുടെയും ഒരു ഡ്രീം കരിയറാണ് ടീച്ചിങ് പ്രൊഫഷൻ. കാരണം ടീച്ചിങ് ജസ്റ്റ് ഒരു ജോബ് അല്ല, പകരം ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫ്യൂച്ചറിനെ ഷേപ്പ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. എസ്പെഷ്യലി കേരള PSCയുടെ ടെക്നിക്കൽ ടീച്ചിങ് പോസ്റ്റായ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങും ഇവ രണ്ടും ഇന്ന് ഏറ്റവും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീച്ചിങ് പോസ്റ്റുകളാണ്. പക്ഷേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പല സംശയങ്ങളാണ്. ഇതിൽ രണ്ടും എനിക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുമോ? ഇതിലേതാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സെയിം ആണോ? സിലബസ് സെയിം ആണോ? അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന സിലബസ് ഉണ്ടോ? സോ ഇങ്ങനത്തെ പല സംശയങ്ങൾക്കുമുള്ള ഒരു സംശയ നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസും ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങും രണ്ടും ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ രണ്ട് PSC പോസ്റ്റുകളാണ്. ആദ്യമേ തന്നെ നമുക്ക് ഈ രണ്ട് പോസ്റ്റുകളെ പറ്റിയും ഒരു ധാരണ വേണം. നമ്മളൊരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ആ പോസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ പോസ്റ്റിൽ നമ്മൾക്ക് കിട്ടാവുന്ന ജോലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, സോ ഇതിനെപ്പറ്റി ഒരു ഓവർവ്യൂ കിട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ രണ്ട് പോസ്റ്റിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ രണ്ട് പോസ്റ്റിനും നമുക്ക് വേണ്ട എലിജിബിലിറ്റി കമ്പാരിസൺ എന്താണ്, അതുപോലെ എക്സാം പാറ്റേൺ ആൻഡ് സിലബസ്, ഏത് രീതിയിലുള്ള എക്സാം പാറ്റേൺ ആണ്, സിലബസ് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെ സിലബസ് ആണ് വരിക. നെക്സ്റ്റ് ഇസ് ഡിഫിക്കൽറ്റി ലെവൽ അനാലിസിസ്. രണ്ട് പോസ്റ്റിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരേ തത്തുല്യത്തോടെ അല്ല നമ്മൾ അതിനെ നോക്കി കാണേണ്ടത്. കാരണം രണ്ടിനും ഡിഫിക്കൽറ്റി ലെവൽ വേറെ ആയിരിക്കാം. ഒന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആണ്, ഒന്ന് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. സോ അതാണ് അടുത്തതായിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് സാലറി ആൻഡ് കരിയർ ഗ്രോത്ത്. രണ്ടിൻ്റെയും ഒരു കരിയർ ഗ്രോത്ത് എങ്ങനെയാണ്, സോ നമ്മൾ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്താലാണ് നമ്മളുടെ കരിയർ അടുത്തൊരു ലെവലിലോട്ട് പോവുക എന്നുള്ളതാണ് അടുത്ത ഒരു സെഷൻ. വേക്കൻസി ആൻഡ് നോട്ടിഫിക്കേഷൻ ട്രെൻഡ്സ്, അതായത് നമുക്കിപ്പോൾ ഓൾറെഡി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് അറിയണം. സോ എന്നാവാം ഒരു നോട്ടിഫിക്കേഷൻ, അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. കാരണം രണ്ടും ഒരു ടീച്ചിങ് ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. സോ അതുകൊണ്ട് നമ്മളുടെ പ്രിപ്പറേഷനിൽ നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്താൽ നമുക്ക് രണ്ടും എഴുതാം. സോ രണ്ടിനും ഒരേ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഫസ്റ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു ബോത്ത് പോസ്റ്റ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങും ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങും നടക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതായത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ശരിക്കും പറഞ്ഞാൽ കോളേജ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ടീച്ചിങ് പ്രൊഫഷനാണ്. എന്നാൽ ലെക്ചറർ വരുന്നത് പോളിടെക്നിക് അല്ലെങ്കിൽ നമ്മളുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ തന്നെ പോളിടെക്നിക് കോളേജുകളിലാണ് ആ ഒരു ടീച്ചിങ് കരിയർ ഗ്രോ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ടീച്ചിങ് ലെവൽ. നമ്മൾ ടീച്ച് ചെയ്യേണ്ടത് BTech, MCA, എഞ്ചിനീയറിംഗ് ഡിഗ്രി സ്റ്റുഡൻസിനെയാണ് ഈ ഒരു കരിയർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ ഒരു ടീച്ചിങ് ലെവൽ വരുന്നത്. എന്നാൽ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നത് ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക് സ്റ്റുഡൻസിനെയാണ് നമ്മളുടെ ടീച്ചിങ് കരിയർ ഫോക്കസ് ചെയ്യുക. നെക്സ്റ്റ് നേച്ചർ ഓഫ് വർക്കാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന പോസ്റ്റ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സും അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് അക്കാഡമിക് ആക്ടിവിറ്റീസ്, അതുപോലെ സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റ് ഗൈഡൻസിലും അതുപോലെ കരിക്കുലം ഡെവലപ്മെൻറ്റിലുമാണ് നമ്മളുടെ കൂടുതൽ റോൾ ഇരിക്കുന്നത്. എന്നാൽ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കൂടുതലും എഞ്ചിനീയറിംഗ് ഫണ്ടമെൻ്റൽസും അതുപോലെ ലാബ് സെഷൻസ്, പ്രാക്ടിക്കൽ ട്രെയിനിങ്, ഡിപ്ലോമ സ്റ്റുഡൻസിൻ്റെ മെൻറ്ററിങ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും നമ്മളുടെ ജോബ് റോളിൽ വരിക. ഇനിയും എക്സാം ലെവൽ, ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസും ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സാം ലെവൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. കാരണം ഏത് ലെവലിലാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പ്രിപ്പയർ ചെയ്യേണ്ടത്, ബേസിക് ലെവൽ മതിയോ, അഡ്വാൻസ് ലെവൽ വേണോ, അതോ ഗേറ്റ് ലെവൽ വേണോ, സോ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് അറിഞ്ഞിരിക്കണം. സോ എക്സാം ലെവൽ വരുമ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് കുറച്ചും കൂടെ എക്സാക്റ്റ് അല്ലെങ്കിൽ ഒരു ഗേറ്റ് ലെവൽ പ്രാക്ടീസിങ് നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് കൂടുതൽ തിയറട്ടിക്കൽ ആൻഡ് കോൺസെപ്റ്റ് ബേസ്ഡ് ആണെങ്കിൽ പോലും
എക്സാമിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ ഒരു ഹാർഡ്നെസ്, എത്രമാത്രം ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും എന്നുള്ളത് ഇറ്റ് ഈസ് ഗേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത്. എന്നാൽ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക് ഫണ്ടമെന്റൽസ് ആണ് കൂടുതലും എക്സാം ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് 2 പോസ്റ്റിനെ പറ്റിയും ഒരു ഏകദേശം ഒരു ഐഡിയ വന്നിട്ടുണ്ട്. ഇതാണ് ഓരോ പോസ്റ്റുകളും എയിം ചെയ്യുന്നത്, ഇതാണ് ഓരോ പോസ്റ്റിൻ്റെയും ഒരു എക്സാം ലെവൽ അല്ലെങ്കിൽ ഒരു ജോബ് റോൾ വരുന്നത്. നെക്സ്റ്റ് ഇസ് കോമൺ സബ്ജക്ട്സ്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആയാലും ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സബ്ജക്ട്സ് ഉണ്ട്. സോ ഞാനിതിവിടെ ഇപ്പോൾ പറയാൻ കാരണം നമ്മളുടെ പ്രിപ്പറേഷൻ വരുമ്പോൾ ഓൾമോസ്റ്റ് 70%ഉം 2 പോസ്റ്റുകൾക്കും കോമൺ ആണ്. സോ അതൊരു ഗുഡ് ന്യൂസ് ആണ് റിയലി പറഞ്ഞാൽ. കാരണം നമുക്കൊരു സിംഗിൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിൽ ഒരു 30% എക്സ്ട്രായേ വരുന്നുള്ളൂ, 2ലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. സോ കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഒരുമിച്ച് പഠിച്ചാൽ മതി. വി ക്യാൻ റൈറ്റ് 2 എക്സാംസ്. 2 എക്സാംസ് എഴുതാൻ പറ്റും, പക്ഷേ ഒരു പ്രിപ്പറേഷൻ ലെവൽ മതി. സോ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ആണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് അൽഗോരിതംസ്, DBMS, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ, കമ്പൈലർ ഡിസൈൻ. അതുപോലെ തന്നെ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലും അസിസ്റ്റന്റ് പ്രൊഫസറിലും കോമൺ ആയിട്ടുള്ളതാണ് C പ്രോഗ്രാമിംഗ്, ഈ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചേഴ്സ്, DBMS, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ്. സോ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 70%ഉം ഓൾറെഡി നമുക്ക് കോമൺ ആണ്. നമ്മൾ 2 എക്സാം ആണ് എഴുതുന്നതെങ്കിലും കോമൺ ആയിട്ടുള്ള സിലബസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനിയും ആർക്കാണ് ഈ പറഞ്ഞ 2 ടീച്ചിങ് പോസ്റ്റുകളും കൂടുതൽ അനുയോജ്യമാവുക, അല്ലെങ്കിൽ എന്ത് പഠിച്ചവർക്കാണ്, അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇത് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? കൂടുതലും ഹയർ എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റ് ചെയ്യുന്നവർ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന IT ഉദ്യോഗാർത്ഥികളുണ്ട്. സോ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രോംപ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ കരിയർ ആണ് അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റ്. കൂടുതലും പ്രാക്ടിക്കൽ ടീച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ള കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഓക്കെ, എനിക്ക് പ്രാക്ടിക്കലി കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദിസ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇസ് ഫോർ യു. അതുപോലെ നമുക്ക് പെട്ടെന്നൊരു ഗവൺമെൻറ് എൻട്രി വേണം, ഒരു ടീച്ചിങ് കരിയറിൽ തന്നെ നമുക്കൊരു ഫാസ്റ്റസ്റ്റ് ഗവൺമെൻറ് എൻട്രി വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. കാരണം പോസ്റ്റുകൾ അല്ലെങ്കിൽ വേക്കൻസീസ് ഭയങ്കര ഫാസ്റ്റിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഗവൺമെൻറ് എൻട്രി വേണം എന്നുണ്ടെങ്കിൽ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ഈ 2 പോസ്റ്റുകളും എക്സലൻറ്റ് ഗവൺമെൻറ് കരിയേഴ്സ് തന്നെയാണ് നമുക്ക് നൽകുന്നത്. പക്ഷേ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കരിയർ പാത്സും മാത്രം ഫോക്കസ് ചെയ്താൽ രണ്ടും ഇറ്റ് ഈസ് ടീച്ചിങ് പ്രൊഫഷൻ. ബട്ട് ദ ഡിഫറൻസ് ഈസ് ഇൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് ദ കരിയർ ഗ്രോത്ത്. സോ എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ഇത് ക്രാക്ക് ചെയ്യാം എന്ന് നമുക്ക് വരുന്ന സ്ലൈഡ്സുകളിൽ നോക്കാം. നെക്സ്റ്റ് ഇസ് എലിജിബിലിറ്റി കമ്പാരിസൺ. ഞാൻ ഈ ഒരു സെഷൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സ്റ്റിൽ എനിക്കിത് ആപ്റ്റ് ആണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഡിഗ്രിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു എഡ്യൂക്കേഷൻ ലെവലിന് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ട്. സോ 2 പോസ്റ്റിലും ക്വാളിഫിക്കേഷൻ വരുന്നത് BE ഓർ BTech പ്ലസ് ME ഓർ MTech ഇൻ റെലവൻറ്റ് ബ്രാഞ്ച്. അതായത് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ചുകളിൽ റെലവൻറ്റ് ഡിഗ്രി BE ഓർ BTech പ്ലസ് ME ഓർ MTech ആണ്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവാം, അസിസ്റ്റന്റ് പ്രൊഫസറിൽ 2 മാൻഡേറ്ററി ആണ്. അതായത് BE ഓർ BTech പ്ലസ് ME ഓർ MTech എന്നാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ലെക്ചററിൽ ഒന്നെങ്കിൽ BE ഓർ BTech അല്ലെങ്കിൽ ME ഓർ MTech. BTechകാർക്കും അപ്ലൈ ചെയ്യാം, MTechകാർക്കും ഈ ഒരു പ്രൊഫഷൻ അപ്ലൈ ചെയ്യാൻ സാധ്യമാണ്. സ്പെഷ്യലൈസേഷൻ പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസിലാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഡിസിപ്ലിൻസിലാണ് നമുക്ക് ഡിഗ്രി വേണ്ടത്. അതുപോലെ 2ലും സെയിം കമ്പ്യൂട്ടർ ഡിസിപ്ലിൻസിലായിരിക്കണം നമ്മളുടെ ഡിഗ്രി ഉണ്ടാവേണ്ടത്. നെക്സ്റ്റ്, നെറ്റ് നമുക്ക് ആവശ്യമാണോ അല്ലയോ? കൂടുതലും അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിൽ ചിലപ്പോൾ പ്രിഫർ ചെയ്യാറുണ്ട്, ചില നോട്ടിഫിക്കേഷൻസിൽ അത് മെൻഷൻ ചെയ്യാറുമുണ്ട്. സോ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്കത് കൂടുതൽ കാര്യമായിട്ടുള്ള ഒരു സെഷൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം.
ആസ് ഓഫ് നൗ ചിലപ്പോൾ റിക്വയർഡ് ആണ്, ചിലപ്പം അത് ചോദിക്കാറുമില്ല. ലെക്ചററിലാണെങ്കിലും റിക്വയർഡ് അല്ല. യൂഷ്വലി നെറ്റിൻ്റെ റിക്വയർമെൻറ്റ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ വരാറില്ല. നെക്സ്റ്റ്, PhD അഡ്വാൻറ്റേജ് ഉണ്ടാവാറുണ്ടോ? PhD എടുത്തവർക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? യൂഷ്വലി അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികളിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമുക്കൊരു ഹൈ അഡ്വാൻറ്റേജ് ഫോർ സെലക്ഷൻ, ഒരു ഇൻ്റർവ്യൂ കണ്ടക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹൈലി അഡ്വാൻറ്റേജ് PhD ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാറുണ്ട്. നെക്സ്റ്റ്, ലെക്ചററിലാണ്, മാൻഡേറ്ററി അല്ല. PhD എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല, നമുക്കുണ്ടെങ്കിൽ ദാറ്റ്സ് ഗുഡ് എന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ്, ടീച്ചിങ് ലെവലാണ്. നമ്മൾ ടീച്ച് ചെയ്യേണ്ടത് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൽ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസുകളിലായിരിക്കും അതിൻ്റെ ഒരു ടീച്ചിങ് ലെവൽ വരേണ്ടത്. ലെക്ചററിലാണെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ പോളിടെക്നിക്. സോ ആ ഒരു ഗ്രേഡ് ഓഫ് സ്റ്റുഡൻസിനെ ആയിരിക്കും നമ്മളുടെ കരിയറിൽ ടീച്ച് ചെയ്യേണ്ടി വരിക. നെക്സ്റ്റ് ഈസ് എക്സാം സ്റ്റാൻഡേർഡ് ആണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസറിലെ എക്സാം സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗേറ്റ് ലെവൽ. ഒരു ഗേറ്റ് ലെവൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ക്രാക്ക് ഇറ്റ്. ഗേറ്റ് ലെവൽ എന്ന് പറയുന്നത് അതൊരു വലിയ ബാലികേറ മലയൊന്നുമല്ല. ഓരോ കോൺസെപ്റ്റിൻ്റെയും ഡീപ്പ് ലെവൽ നോളജ് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പം നമ്മൾ ജസ്റ്റ് ഊപ്സ് കോൺസെപ്റ്റ്സ് ആണെങ്കിൽ തന്നെ, ഇപ്പം ജസ്റ്റ് വാട്ട് ഈസ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്, നമുക്ക് എല്ലാവർക്കും ക്ലാസ് എന്താ ഒബ്ജക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷേ നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ പോസ്റ്റിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ വിത്ത് ഡീപ്പ് നോളജ് ആണ് വേണ്ടത്. അതായത് ക്ലാസ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ, ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടർ കോൾ, സോ എല്ലാം റിലേറ്റഡ് ആണ്. വി നീഡ് ദ ഡീപ്പ് നോളജ്. എന്നാൽ ലെക്ചററിൽ നമുക്ക് എഞ്ചിനീയറിംഗ് ഫണ്ടമെൻ്റൽസ് ആൻഡ് ഡിപ്ലോമ നോളജ് മതി, നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം. സോ നെക്സ്റ്റ് ഈസ് ഏജ് ലിമിറ്റ്. സോ ഏജ് ലിമിറ്റ് നോട്ടിഫിക്കേഷൻ വരാത്തതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. ആസ് പെർ കേരള PSC നോംസ് ആണ് ഉണ്ടാവുക. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷനിൽ 20 to 39 ആയിരുന്നു രണ്ടിലും ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം PSC ഏജ് ലിമിറ്റ് ഒക്കെ ഒരുപാട് മുൻപോട്ട് കൂട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഏജ് ലിമിറ്റ് ഇപ്പോൾ നമുക്ക് പ്രോപ്പർലി ഗസ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ്, എക്സ്പീരിയൻസ് വേണോ വേണ്ടയോ, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ എക്സ്പീരിയൻസ് വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. യൂഷ്വലി മാൻഡേറ്ററി അല്ല, രണ്ട് പോസ്റ്റിലും നമുക്ക് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ടീച്ചിങ്ങിൽ നമുക്കൊരു എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. റിക്രൂട്ട്മെൻറ്റ് മെത്തേഡാണ് അടുത്തത് വരുന്നത്. നോർമലി അസിസ്റ്റൻറ്റ് പ്രൊഫസറിൽ റിട്ടൺ എക്സാമും പ്ലസ് ഇൻ്റർവ്യൂ ആണ് ഉള്ളത്. ലെക്ചറിൽ റിട്ടൺ എക്സാം മാത്രമാണ്, ഇൻ്റർവ്യൂ മാൻഡേറ്ററി അല്ലെങ്കിൽ നടക്കാറില്ല. പലപ്പോഴും ഇൻ്റർവ്യൂ ഇല്ലാതെ റിട്ടൺ എക്സാമിൻ്റെ സ്കോറിൻ്റെ ബേസിലാണ് റിക്രൂട്ട്മെൻറ്റ്സ് പോവുക. സംടൈംസ് ഇൻ്റർവ്യൂ ഉണ്ടാവാറുണ്ട് ഡിപ്പെൻഡിങ് ഓൺ നോട്ടിഫിക്കേഷൻ. സോ ഇപ്പോൾ രണ്ട് പോസ്റ്റിൻ്റെയും ഒരു പ്രോപ്പർ എന്താണ്, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് എക്സാം പാറ്റേൺ. ഞാൻ ഈ പറഞ്ഞതുപോലെ രണ്ടിൻ്റെയും എക്സാം പാറ്റേൺ ഇസ് സിമിലർ. സിമിലർ മീൻസ് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതുപോലെ 1 hour 15 minutes ആണ് എക്സാം എഴുതാനുള്ള ടൈം. മോഡ് ഓഫ് എക്സാം ഇംഗ്ലീഷ് ആണ്. ഒരേ ഒരു ഡിഫറൻസ് ഇസ് ക്വസ്റ്റ്യൻ ലെവൽ. പ്രിപ്പറേഷൻ ലെവൽ അല്ല, ക്വസ്റ്റ്യൻ ലെവൽ. ക്വസ്റ്റ്യൻ ലെവൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് നമുക്ക് ഗേറ്റ് ലെവൽ ഒരു എക്സാംസ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ലെക്ചററിൽ നമുക്ക് ഫണ്ടമെൻ്റൽസ് മതി. സോ ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് നമ്മളെ സംബന്ധിച്ച് ഫണ്ടമെൻ്റൽസ് പഠിച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സ്ട്രീം ആയിട്ടുള്ള നോളജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാരണം ബേസിക് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിന് അഡ്വാൻസ് നോളജ് പഠിച്ചിട്ട് കാര്യമുള്ളൂ, അല്ലേ? സോ ഫണ്ടമെൻ്റൽസ് പഠിക്കുന്ന കൂടെ, ഫണ്ടമെൻ്റൽസ് പഠിച്ചാൽ ഓട്ടോമാറ്റിക്കലി ലെക്ചറർ എഴുതാം. അതിൻ്റെ അഡ്വാൻസ്ഡ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസർ എഴുതാം. സോ ആസ് പെർ ദ നമ്മളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സോ വേണ്ടത് ഫണ്ടമെൻ്റൽസിൽ നിന്നൊരു ബേസിക് അഡ്വാൻസ് നോളജിലേക്കുള്ള പ്രിപ്പറേഷനാണ് വേണ്ടത്. നെഗറ്റീവ് മാർക്കിങ് 2 എക്സാംസിനും ആപ്ലിക്കബിൾ ആണ്. പ്രോസസ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, സിലബസ് കമ്പാരിസൺ. 2 പോസ്റ്റിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ, അതായത് MTech ഉള്ളവർക്ക് 2 എഴുതാം, BTech ഉള്ളവർക്കാണ് ലെക്ചറിന് മാത്രം എഴുതാൻ പറ്റുക. സോ MTech ഉള്ള കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ MTech ബിരുദം ഉള്ള എല്ലാ ആസ്പിറൻസും നമുക്ക് 2 എക്സാമും എഴുതാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണ്, ഏജ് ലിമിറ്റും എല്ലാം ഓക്കെ ആണെങ്കിൽ. സോ അവരെ സംബന്ധിച്ച് ഇതൊരു ഡബിൾ ധമാക്കയാണ്. കാരണം നമുക്ക് ഒറ്റ പ്രിപ്പറേഷനിൽ 2 എക്സാംസ് എഴുതാൻ പറ്റും. സോ ഹൈ പ്രയോറിറ്റി സബ്ജക്ട്സ് ആയിട്ട് നമ്മൾ 2ലും നോക്കേണ്ടത്, ഒന്ന് ഈ പറഞ്ഞ പോലെ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗോരിതം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസിലും ഉണ്ട്, ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലും ഉണ്ട്. നെക്സ്റ്റ്,
കമ്പൈലർ ഡിസൈൻ ആണ്. കമ്പൈലർ ഡിസൈൻ ഇതിൻ്റെ ബേസിക്സ് മാത്രം മതി നമുക്ക് ലെക്ചറിൽ, അതിൻ്റെ അഡ്വാൻസ് ലെവൽ നമുക്ക് വേണ്ട, കാരണം ഹൈ പ്രയോറിറ്റിയിൽ വരുന്നില്ല. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നമുക്ക് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുണ്ട്. നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈസ് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ. DBMS ഇവിടെയുമുണ്ട്, ലെക്ചററിലും ഉണ്ട്. സോ കൂടുതൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുവിധം 70% കൂടുതൽ ടോപ്പിക്സും രണ്ടു പേർക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. കാരണം നമുക്ക് ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും നമുക്കറിയാം അല്ലേ, MTech അല്ലെങ്കിൽ BTech കഴിഞ്ഞ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏകദേശം ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സിനെ പറ്റി ഒരു ധാരണയുണ്ട്. സോ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഒരു അഡ്വാൻസ് നോളജ് ഉണ്ടെങ്കിൽ വി ക്യാൻ ക്രാക്ക് ദിസ് എക്സാംസ്. ഇനി ക്വസ്റ്റ്യൻ്റെ നേച്ചറിലാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അസിസ്റ്റന്റ് പ്രൊഫസറിൽ എക്സ്പെക്ട് ചെയ്യുക. കാരണം നമുക്കൊരു ബേസിക് ആയിട്ട് അല്ലെങ്കിൽ ഓക്കെ ഇന്നത് എന്താണ് അല്ലെങ്കിൽ ആ ഓപ്ഷനിൽ ഇത് ഏതാണ്, ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഓഫ് കോഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസറിൽ. കുറച്ചും കൂടെ ഒരു അഡ്വാൻസ് ലെവലാണ് എക്സ്പെക്ട് ചെയ്യുക. എന്നാൽ ലെക്ചറിൽ കുറച്ച് ചിലപ്പോൾ ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ആ രീതിയിലുള്ള എക്സാംസ് നമ്മൾ മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ആ രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ആണ് എടുക്കേണ്ടത്. കാരണം പഠിക്കുന്നത് ഒരു കോൺസെപ്റ്റാണ്, പക്ഷേ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും ദ സീരിയസ്നെസ് ഡിഫറൻസ്, അത് മാത്രമേ ഉള്ളൂ ഈ രണ്ട് എക്സാംസിലുള്ള മെയിൻ ഡിഫറൻസ്. ഈ പറഞ്ഞതുപോലെ പല ടോപ്പിക്സുകളും കോമൺ ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ ക്ലിയർ ദാറ്റ് ഏകദേശം 8 ടോപ്പിക്സും രണ്ടുപേർക്കും കോമൺ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഊപ്സ്, സി പ്രോഗ്രാമിംഗ്, DBMS, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഡിജിറ്റൽ ലോജിക്. ഈ ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്താൽ മതി, ഒരുമിച്ച് പഠിച്ചാൽ മതി. ഒരുമിച്ച് പഠിച്ചാൽ മതി ഇൻ ദ സെൻസ് രണ്ട് എക്സാംസിനും ഇപ്പം നമ്മൾ DBMS എടുക്കുന്നു, പഠിക്കുമ്പോൾ 2 എക്സാംസിന് വേണ്ടി കൂടെ പഠിക്കുക. രണ്ടുപേർക്കും ഇല്ലാത്ത ടോപ്പിക്സ് എടുക്കുമ്പോൾ മാത്രം മതി ഇൻഡിവിജ്വൽ പ്രിപ്പറേഷൻ. പ്രീവിയസ് എക്സാം ട്രെൻഡ്സ്, കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. എന്നാണ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്, എത്ര പേർ ഓൾറെഡി ലിസ്റ്റിൽ പോയി, അല്ലെങ്കിൽ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട്. സോ ഇതിനെപ്പറ്റിയുള്ളൊരു ബേസിക് ഐഡിയ ആണ് അടുത്തതായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന പോസ്റ്റ് ലാസ്റ്റ് എക്സാമിൻ്റെ കാറ്റഗറി വാസ് 723/2021. സോ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് 2024 അതായത് 2 വർഷം മുൻപേ. ടോട്ടൽ 20 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയത് ഈ വർഷം ജാനുവരി 13 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഇനിയും ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ കാറ്റഗറി നമ്പർ 064/2021 ആണ്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് ഒരുമിച്ചായിരുന്നു, 2024 തന്നെയാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. 92 അഡ്വൈസുകൾ പോയി കഴിഞ്ഞു. ലാസ്റ്റ് അഡ്വൈസ് ഈ ഫെബ്രുവരി 19 സോ ഈ ഒരു ട്രെൻഡ്സ് തന്നെ നിങ്ങൾക്ക് കാണാം. ബേസിക്കലി നോട്ടിഫിക്കേഷനകത്ത് അസിസ്റ്റന്റ് പ്രൊഫസറിന് നമ്മളുടെ വേക്കൻസീസ് ശരിക്കും എക്സാക്ട് പറഞ്ഞിട്ടുണ്ടായില്ല. ബേസ്ഡ് ഓൺ ദ വേക്കൻസീസ് അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ അവിടെ 20 അഡ്വൈസുകൾ പോയി. ദാറ്റ് മീൻസ് നമുക്കിപ്പം വേക്കൻസീസ് റിപ്പോർട്ടഡ് അല്ല എന്നുള്ള കേസ് കൊണ്ട് ഒരിക്കലും എഴുതാതിരിക്കരുത്. ബിക്കോസ് നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദ വേക്കൻസീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് പെട്ടെന്ന് റീഫിൽ ചെയ്യണം എന്നുള്ളൊരു കേസ് വരുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പ്രയോറിറ്റി കൂടുതലാണ്. ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ അറിയാം നല്ല ഒരു എമൗണ്ട് ഓഫ് അഡ്വൈസസ് പോയിട്ടുണ്ട്. ക്വാണ്ടിറ്റി 92 എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്പർ അല്ല. 2024 പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിൽ 92 പേർക്കുള്ള അഡ്വൈസ് പോയി കഴിഞ്ഞു. സോ രണ്ടിലും നമുക്ക് ഒരു ഗുഡ് സൈൻ ആണുള്ളത്. സോ അതുകൊണ്ട് പ്രിപ്പറേഷന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇനി ഒട്ടും ഡിലേ ആക്കരുത്, നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പലരുടെയും ഒരു ധാരണയാണ് ഓക്കെ നോട്ടിഫിക്കേഷൻ വരട്ടെ, എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഇരിക്കരുത്. നമ്മൾ വേക്കൻസീസ് ഒരിക്കലും വെച്ച് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യരുത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന അത്രയും മാസങ്ങൾ, ചിലപ്പോൾ 1 മാസമാവാം, ചിലപ്പോൾ 2 മാസമാകാം, നമുക്കൊരു ആഡ് ഓൺ ആണ് അല്ലെങ്കിൽ ഒരു ബോണസ് ആണ്. സോ അതിന് മുൻപേ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ
നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ കിട്ടുന്ന 2 മാസം നമുക്കൊരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ PYQs അറ്റൻഡ് ചെയ്യാം, MCQs പ്ലാൻ ചെയ്യാം, അതുപോലെ ഡെയിലി സ്ട്രാറ്റജി വെച്ചിട്ടൊക്കെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഫോർ യു ആസ്പിറൻസ് ഒരു അഡ്വൈസ് ഞാൻ പറയാം. ഓൾവേസ് പ്രിപ്പയർ ഫോർ ബോത്ത് ദ എക്സാംസ് ടുഗെദർ. 2 എക്സാംസിന് വേണ്ടിയും നിങ്ങൾ ഒരുമിച്ച് പ്രിപ്പറേഷൻ തുടങ്ങുക ഇനിഷ്യലി. കാരണം എന്താണ്, ഈ 60 മുതൽ 70% സിലബസും ഓവർലാപ്പിംഗ് ആണ്. ദാറ്റ് മീൻസ് കോമൺ ആണ്. അതുപോലെ സെയിം കോർ കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെന്റൽസ് ആണ് എപ്പോഴും ചോദിക്കുക. റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിം കോർ കമ്പ്യൂട്ടർ സയൻസ് ഫണ്ടമെന്റൽസ് ആണ് 2 എക്സാംസിലും ചോദിക്കുക. നെക്സ്റ്റ് ഈസ് പ്രിപ്പറേഷൻ എപ്പോഴും PSC നമ്മളുടെ പ്രിപ്പറേഷൻ എപ്പോഴും ഒരു എക്സാമിന് വേണ്ടി ആയിരിക്കരുത്. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓക്കെ, ഇനി ഓൾറെഡി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു പോസ്റ്റ് ആയിരിക്കും ആദ്യം നോട്ടിഫിക്കേഷൻ വരിക. സോ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. പക്ഷേ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ ബേസിക് അല്ലെങ്കിൽ PSC ടെക്നിക്കൽ എക്സാംസിന് വേണ്ടി ഒരുമിച്ചുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. സോ ദാറ്റ് ഈസ് എ സ്മാർട്ട് പ്ലാൻ. ഞാൻ ഓക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഓക്കെ ആ സിലബസ് മാത്രം നോക്കി പഠിക്കാം. ഇതിന് 2നും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്സ് ഉറപ്പായിട്ടും ഇനിഷ്യലി പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. സോ ദിസ് ഈസ് ഫോർ യു. ഒരിക്കലും ഒരു ടോപ്പിക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പോസ്റ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് തുടങ്ങരുത്. സോ സ്റ്റേ റെഡി ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ്. നോട്ടിഫിക്കേഷൻസ് മേ ബി അറൈവിങ് സൂൺ. സോ എന്നാണ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതേ ഉള്ളൂ. സോ അത് എന്നുമാകാം. 2021 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ. സോ ആസ് ഓഫ് നൗ നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. സോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു കേസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലോട്ട് വരരുത്. അതിന് മുൻപേ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് നമുക്കൊരു എക്സ്ട്രാ സ്റ്റെപ്പ് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന 2 എക്സാംസ് ആണ്. കാരണം ഈ പറഞ്ഞ ടീച്ചിങ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു ടെക്നിക്കലി നമുക്ക് വേണ്ട ഒരു 9 to 5 ജോബ് മതി, ഒരു സമാധാനപരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ജോലി മതി എന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഈ നിമിഷം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് ഇനിയൊരു വൈകി ഒരു സമയം ഷെഡ്യൂൾ ചെയ്യരുത്. ഈ ഒരു നിമിഷം, ദിസ് ഈസ് ദ ടൈം. ഒരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ്. കേരള PSCയുടെ ലേറ്റസ്റ്റ് ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒരു 6 monthsനുള്ളിൽ തന്നെ എക്സാമിൻ്റെ ഡേറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിലീസാവും. സോ നമുക്ക് കിട്ടുന്ന ഈ ഒരു 6 monthൽ ഒരു വാസ്റ്റ് സിലബസ് പ്രോപ്പറായ രീതിയിൽ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അത് കുറച്ചൊരു ടഫാണ്. സോ അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള പ്രിപ്പറേഷൻ ഒഴിവാക്കുക. അതിന് മുൻപേ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. സോ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന സമയം കൂടുതൽ ഇൻഡെപ്ത് നോളജിനും അതുപോലെ തന്നെ പ്രോപ്പർ പ്ലാനിങ്ങിനും അല്ലെങ്കിൽ MCQs കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനുമായിട്ടും നമുക്ക് ഉപകരിക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിന് മുൻപേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ എങ്കിൽ മാത്രമേ ഈ ഒരു വലിയ സിലബസ് നമുക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി നമ്മളുടെ 2 പോസ്റ്റിന് വേണ്ടി, അതായത് പോളിടെക്നിക് ലെക്ചറർ കമ്പ്യൂട്ടർ സയൻസിലും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസിലും വേണ്ടിയുള്ള ലോങ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ തെളിയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യുക. ലോങ് ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ എൻറോൾ ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് തിരക്കാം. അതുപോലെ തന്നെ സമയം ഇനിയും വേസ്റ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ അതിൻ്റെ അതാത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സോ നമ്മളുടെ ഇപ്പോൾ റിലീസായ പല റിസൾട്ടുകളും ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് മുൻനിരയിൽ തന്നെയാണ്. സോ ഒരു റാങ്ക് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിൽ നമ്മളുടെ സ്റ്റുഡൻസ് വരിക എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും അതിലേറെ അഭിമാനിക്കുകയാണ്. സോ ഈ ലിസ്റ്റിൽ ഇനിയും വരേണ്ടത് നിങ്ങളുടെ മുഖങ്ങളും നിങ്ങളുടെ പേരുകളുമാണ്. സോ അതിനുവേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. സോ നിങ്ങളും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്